ഹലോ, അസ്സലാമു അലൈക്കും. എന്നെ പോലെ ചിരിയലായിരുന്നു. എന്നെ പോലെ എത്ര ആളുണ്ട്. നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ മുരിങ്ങ കണ്ടാല് പറിച്ചിട്ട് വരുന്നത്. ഇപ്പൊ ഇത് ഖത്തറിലുള്ളവരോടാണ് കേട്ടോ. ഖത്തറിൽ ഒരുപാട് ആൾക്കാർ വീഡിയോ കാണും. എന്നെ പോലെ നിങ്ങൾ മുരിങ്ങന്റെ മരം കണ്ടാൽ പറിച്ചിട്ട് വരുന്നുണ്ട്. ഞാനിത് എവിടെ കണ്ടാലും പറിച്ചിട്ട് വരും കേട്ടോ. പിന്നെ ജോലി കഴിഞ്ഞ് വരുമ്പോ നല്ല മുരിങ്ങന്റെ മരം ഒരു വില്ലന്റെ മുന്നിൽ ഞങ്ങൾ ടേസിക്കാരൊക്കെ പറഞ്ഞ എവിടെ മോനെ ഒന്ന് നിർത്തുക, കുറച്ച് കാത്ത മുരിങ്ങ ഓടിക്കട്ടെ. അത് ഒരു ചീത്ത അറിയുന്ന പറഞ്ഞു. ഞാൻ പറഞ്ഞ ആരും കാണൂലെന്ന് പറഞ്ഞു. പ്രശ്നമാണെന്ന് പറഞ്ഞു. പക്ഷെ 2 മരം എടുത്തെടുത്തുണ്ട്, നല്ല മുരിങ്ങന്റെ ഇലയുണ്ട്. ഇട്ടോ നിർത്തി തന്ന് പറിച്ച്. അപ്പൊ ഉണ്ട് ആ വില്ലേന്ന് ഒരാൾ ഇറങ്ങി വരുന്നു. അപ്പൊ അയാൾ പറഞ്ഞ് പറിച്ചെന്ന്. അപ്പൊ എനിക്ക് സമാധാനമായി, ധൈര്യത്ത് പറിച്ചേട്ടാ. ഒരു മുരിങ്ങയെന്ന് അറിയപ്പോ തെളുത്ത് നിൽക്കുന്നതോ കിളയേല. എന്നെപ്പോലെ എല്ലാ പെണ്ണുങ്ങളും ഉണ്ടാവും. ഞാൻ മുരിങ്ങ കണ്ടാ എവിടുന്നും പറിക്കൂട്ടാ. ആരും ഒന്നും പറയലൊന്നുമില്ല, ചോദിക്കാൻ ആരും കാണലില്ല. പിന്നെ ആരോട് ചോദിക്കാൻ? ഇത് പുറത്താ, വില്ലന്റെ പുറത്താ. അവര് മതിലിനോട് ചേർന്നിട്ട്. പിന്നെ ഒരാളോട് വരുന്നു. അപ്പൊ അവരിങ്ങനെ ദയനീയമായി നോക്കിയപ്പോ പറഞ്ഞു പറിച്ചെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ധൈര്യമായില്ലേ. വില്ലക്കാരനാണോ ഞാൻ അതിൻ്റെ ഉള്ളിൽ താമസിക്കുന്നവരാണോ എന്നൊന്നും അറിയില്ല. നല്ല മുരിങ്ങന്റെ ഇല്ലേട്ടാ, സൂപ്പറാ. എന്നാലും നല്ല നോക്കണം, പൂവെല്ലാം ഉണ്ട്. എല്ലാരും മുരിങ്ങന്റെ ചപ്പെല്ലാം നന്നായിട്ട് കഴിക്കണം. അപ്പൊ ഇപ്പൊ ഒന്നും നമുക്ക് ഖത്തറില് കാശ് കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല. എല്ലായിടത്തും ഉണ്ട് കേട്ടോ. എല്ലായിടത്തും നല്ല മുരിങ്ങന്റെ മരമുണ്ട്, നല്ല തെളുത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ തണുപ്പായില്ലേ, മഴയെല്ലാം അന്ന് പെയ്തുകൊണ്ട് നല്ലതുണ്ട്. ഇളയ മുരിങ്ങന്റെ ഇലയാണ്. അപ്പൊ എല്ലാരും ഒന്ന് മുരിങ്ങന്റെ ഇല തന്നെ പറിച്ച് കഴിക്കുക, പരിപ്പിട്ട് വെക്കുക. അതേപോലെ തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി അത് നന്നായിട്ട് ഒതുക്കിയിട്ട് തോരൻ വെക്കുക. പരിപ്പും പിന്നെ മുരിങ്ങന്റെ ഇലയും കറി വെക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചാലും നല്ലതാ. തേങ്ങ നമ്മൾ സാധാ ജീരകവും ചെറുള്ളിയിലിട്ട് അരച്ച് വെച്ചാലും നല്ല ടേസ്റ്റ്. അതേപോലെ നിങ്ങൾ ചെറുപയറും മുരിങ്ങ ഇട്ട് വെക്കുക. മുരിങ്ങ കൊണ്ട് പലതും ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ ആരും ഒഴിവാക്കണ്ട, കിട്ടുമ്പോഴേ ഉള്ളൂ. ഇനി ഇതെല്ലാം കുറെ കഴിഞ്ഞ് മൂത്ത് പോകും. അപ്പൊ നല്ല ഇല ഉണ്ടെങ്കിൽ പറിച്ചിട്ട് എല്ലാവരും കണ്ണിനും നമ്മളെ ശരീരത്തിനും എല്ലാം നല്ലതാണ്. അപ്പൊ എല്ലാരും കിട്ടുന്ന സമയത്ത് ഇത് ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ. ഞാൻ എല്ലായിടത്തുനിന്നും പറിച്ചിട്ട് വരും കേട്ടോ. എന്നിട്ട് ഇത് കൊടുന്നിട്ട് ഇങ്ങനെ നുള്ളിയിട്ട് കവറില് നന്നായിട്ട് കെട്ടി വെച്ചാല് ഒന്നും ആവില്ല കേട്ടോ. പറിക്കാൻ നല്ല മുരിങ്ങന്റെ ഉണ്ട്, കുറച്ച് കൂടുതൽ പറിച്ചോളൂ. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വെക്കരുത്. ഇങ്ങനെ എല്ലാം നുള്ളിയിട്ട് എന്താ ചെയ്യാ, നല്ലൊരു കവറിൽ കെട്ടി വെച്ചാല് 3-4 ദിവസത്തിന് ഒന്നും ആവില്ല കേട്ടോ. വാടല ഒന്നും ഉണ്ടാവില്ല. നമുക്ക് പലതും ഉണ്ടാക്കി കഴിക്കാം. അതേപോലെ ചക്കക്കുരു, മുരിങ്ങാക്കായും മാങ്ങി സൂപ്പറായി. അപ്പൊ നമ്മൾ ഈ ചക്കക്കുരു പിന്നെ മുരിങ്ങന്റെ ഇലയും മാങ്ങെല്ലാം ഇടുമ്പോൾ ഈ ഒരു കുടി അതിൽ ഇടാൻ പാടുള്ളൂ കേട്ടോ. ഓവർ ഇടരുത്, ഓവർ ഇട്ടോ പോണുണ്ടാവില്ല. പിന്നെ ഞാൻ മുരിങ്ങന്റെ ഇല കുത്തി കഴിച്ചത് എൻ്റെ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുത്തി കഴിക്കാന്നാ പറയാം, മുരിങ്ങയും പരിപ്പും. അതിൽ തേങ്ങയും കാര്യങ്ങളൊന്നും വേണ്ട. അത് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിനെ ഒന്ന് എല്ലാവരും ഒന്ന് കണ്ടിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആരും മുരിങ്ങന്റെ ഇല കിട്ടിയാല് ഒഴിവാക്കണ്ട. എല്ലാരും കുറച്ച് കൂടുതലെല്ലാം പറിച്ചിട്ട് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് കഴിച്ചോളൂ. മക്കൾക്കാണെങ്കിലും എല്ലാവർക്കും നല്ലതാണ്. എല്ലാരും കഴിക്കാൻ നോക്കുക. അപ്പൊ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക. പഠിച്ചവൻ എല്ലാവർക്കും ആയുസ്സും ആഫിയത്തും തരട്ടെ.
പണിയിൽ വർക്കത്തും തെറ്റല്ല. ഒരുപാട് ആൾക്കാർ ആണായാലും പെണ്ണായാലും ഒരുപാട് വിഷമത്തിൽ ഓല ആ വിഷമങ്ങളെല്ലാം പഠിച്ച റബ്ബ് മാറ്റി കൊടുക്കട്ടെ. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഓക്കെ, ബൈ ബൈ.